ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സ്പോക്കൺ ഹിന്ദി കോഴ്സിലേക്ക് സ്വാഗതം. നമുക്ക് പലപ്പോഴും ഹിന്ദിയിൽ എമൗണ്ട് പറയേണ്ടി വരും അല്ലേ? പ്രത്യേകിച്ച് കേരളത്തിന് പുറത്ത് താമസിക്കുന്ന ആളുകളാണെങ്കിലോ അവരൊരു കടയിൽ ചെന്നിട്ട് സാധനം വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ അവർ മാർക്കറ്റിൽ ചെന്നിട്ട് പച്ചക്കറികൾ വാങ്ങുമ്പോൾ കടക്കാർ ഹിന്ദിയിൽ എമൗണ്ട് പറയും. പെത്തീസ്, പെത്താലീസ്, പച്പൻ, അങ്ങനെ ഹിന്ദിയിൽ എമൗണ്ട് പറയുമ്പോൾ നമ്മളിങ്ങനെ മേൽക്ക് പോകും. പെത്തീസോ? ഇത് എത്രയാണ് പെത്തീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പെത്താലീസ്, പച്പൻ. അപ്പോൾ ചെയ്യുന്ന ഒരേ ഒരു ട്രിക്കാണെന്ന് പറയുമോ, 100 രൂപ എടുത്തിട്ട് കടക്കാർക്ക് കൊടുക്കും. നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ കയ്യിൽ ചേഞ്ച് ഉണ്ട്, പക്ഷേ നമുക്ക് പറയാറുണ്ടേ, നമുക്കറിയില്ലല്ലോ അവർ പറഞ്ഞ എമൗണ്ട് എത്രയെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു 100 രൂപ എടുത്തിട്ട് അവരുടെ കൈ കൊടുക്കും. അങ്ങനെ ആകുമ്പോൾ പ്രശ്നമല്ല, അവർക്ക് എത്രയാണോ വേണ്ടത് അതെടുത്തിട്ട് ബാക്കി തിരിച്ചു തരും. പക്ഷേ ചില കടക്കാർ 100 രൂപ കൊടുത്താൽ പോലും അവർ ചോദിക്കും, ഇത്ര രൂപ ചേഞ്ച് ഉണ്ടോ ചോദിക്കും അല്ലേ? ഇത്ര ചോദിക്കും. പിന്നെ ചോദിക്കും അവർ, ആപ്കെ പാസ് കുല്ലാ ഹേ, ആപ്കെ പാസ് കുല്ലാ ഹേ. അപ്പോൾ നമ്മൾ കുല്ല, ഹയ്യേ കുല്ല നെയ്യേ, കുല്ല നെയ്യേ. അപ്പോൾ അവർ പറയാം, അരേ കുല്ല മീൻസ് ചേഞ്ച്, ചേഞ്ച് ഹേ, ചേഞ്ച്. ഓ ചേഞ്ച്, ചേഞ്ച് ഉണ്ട്, ചേഞ്ച് ഉണ്ട്, ചേഞ്ച് ഹേ, ചേഞ്ച് ഹേ. ഇനി അവർ ചേഞ്ച് ചോദിക്കുമ്പോൾ അവർ ചോദിക്കും ഇങ്ങനെ, അവർ ചോദിക്കുകയാണ് 15 രൂപ ഹേ, 15. 10 കുഴപ്പമില്ല, 10. 20 കുഴപ്പമില്ല, 20. ചില സമയത്ത് അവർ 15 ചോദിക്കും അല്ലേ? അതിനിടയ്ക്ക് വരുന്ന എമൗണ്ട് 15 ചോദിക്കും, 25 ചോദിക്കും. അപ്പം നമ്മൾ ചിന്തിക്കും, 15 ഇനി 15 എന്ന് എത്ര ആവോ? മേരെ പാസ് കുല്ല നെഹിയേ, കുല്ല നെഹിയേ, ചേഞ്ച് നെഹിയേ. അപ്പം അതുകൊണ്ട് നമ്മൾക്ക് കുറച്ച് പ്രധാനപ്പെട്ട എമൗണ്ടുകൾ ഹിന്ദിയിൽ എങ്ങനെ പറയാൻ നോക്കാം. ഓക്കെ, അതിൽ നമ്മുടെ ഒന്നാമത്തെ എമൗണ്ട് ആണ് എന്താ പറയുക, 10. 10ന് നമ്മൾ എന്താ പറയുക, 10ന് ഹിന്ദിയിൽ പറയും 10. എന്താ പറയുക, 10. ആപ്കെ പാസ് 10 രൂപ ഹേ, ആപ്കെ പാസ് 10 രൂപ ഹേ, ഹേ മേരെ പാസ് ഹേ. അടുത്താണ്, ഇനിയാണ് 15. എന്താ പറയുക, 15 ഉണ്ടോ? 10, 20 ഒക്കെ സിമ്പിളാണ്. അതിനിടയ്ക്ക് വരുന്ന എമൗണ്ടാണ് പ്രശ്നം വരുന്നത് അല്ലേ? 10 എന്താ പറയുക, 10 നമ്മൾ പറയും 10. അതുപോലെ 20 പറയും 20. അതിനിടയ്ക്ക് വരും 15. 15ന് നമ്മൾ ഹിന്ദിയിൽ പറയും 15. എന്താ പറയുക, 15. ഓക്കെ, 15. 15 എന്ന് വായിക്കണ്ട, 15 എന്ന് വായിച്ചാൽ മതി. 15. 15. ആപ്കെ പാസ് 15 രൂപ ഹേ, 15. അടുത്ത് കഴിഞ്ഞിട്ടാണ് 20. 20 പറഞ്ഞാൽ 20. അത് കഴിഞ്ഞിട്ടാണ് 25. 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 25 25ന് 25 എന്ന് പറയും. ഓക്കെ, ആപ്കെ പാസ് 25 രൂപ ഹേ. അടുത്താണ് 30. 30ന് നമ്മൾ പറയും 30 എന്ന് പറയും. 30. മേരെ പാസ് 30 രൂപ ഹേ, മേരെ പാസ് 30 രൂപ ഹേ. അടുത്താണ് 35. എന്താ പറയുക, 35. 35 എന്ന് പറയാ, 35. പാറ്റീസ് എന്ന് പറയുന്നത്, പാറ്റീസ് എന്ന് പറയുന്നത് 35. ഓക്കെ, താഴാണ് 35. 35 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35. 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25. 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, 15 എന്ന് പറഞ്ഞാൽ 15. ഇനി അടുത്താണ് 40. എന്താണ് 40? 40ന് 40 എന്ന് പറയാം. എന്താ പറയാ, 40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40, 40. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് 45 എന്ന് പറയാം. 45. 45 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45, 45. എത്രയാണ്, 45. അടുത്താണ് 50. 50ന് 50 എന്ന് പറയാം, 50ന് 50 എന്ന് പറയും. 50. 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50. ആപ്കെ പാസ് 50 രൂപ ഹേ, ഹേ ഹേ. ഓക്കെ, അടുത്താണ് എന്ത്, 55. 55. 55ന് എന്ന് പറയും 55 എന്ന് പറയും, 55. ഓക്കെ, ഇത് പായാണ്, ബാ എന്ന് പറയരുത്. ബാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബച്പനായി. ബച്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പം അല്ലേ, ചെറുപ്പം, ബച്പന്മേം ചെറുപ്പത്തിൽ. അപ്പോൾ 55 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 55. 55ന് 55. അടുത്താണ് 60. 60ന് നമ്മൾ പറയും 60. എന്താണ്, 60. ഓക്കെ, 60 എന്ന് വായിക്കുന്നത് 60 ആണ്, 60. ഓക്കെ, 60. 60. क्या आपके पास 60 रुपये है? 60. അടുത്താണ് 65. കേട്ടോ, ഠാണ് 65. 65 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 65. 65ന് 65 എന്ന് പറയും, 65. ഓക്കെ, ഠ അല്ല, ഠ ആണ്, 65. അടുത്താണ് 70. 70ന് 70 എന്ന് പറയും, 70. 70, 70. ഓക്കെ, 70. मेरे पास 70 रुपये है, आपके पास 70 रुपये है. ഓക്കെ, അടുത്താണ് ഇനി 75ന് നമുക്ക് 2 രീതിയിൽ പറയാൻ കഴിയും. ഒന്നാമതാണ് എന്തെന്ന് പറയുമോ, 75 എന്താണ്, 75 എന്ന് പറയും, 75. എന്താ പറയുക, 75. 75 എന്ന് പറയാറുണ്ട്, അതുപോലെ 75 എന്ന് പറയാറുണ്ട്. 75 അതുപോലെ 75. ഓക്കെ, ഒരു നമ്മുടെ നാടൻ
ഹിന്ദിയിൽ പറയുകയാണെങ്കിൽ പിച്ചത്തർ എന്ന് പറയാം. പിച്ചത്തർ ഇത് കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് പിച്ചത്തർ. പിച്ചത്തർ. അടുത്താണ് 80. 80-ന് ഹിന്ദിയിൽ പറയും 80. എത്രയാണ്? 80. 80 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 80. आपके पास 80 रुपए है? आपके पास 80 रुपए है. അടുത്താണ് 85-ന് നമുക്ക് രണ്ട് രീതിയിൽ പറയാൻ കഴിയും. ഒന്നാമതാണ് എന്താ പറയുക? 85 എന്ന് പറയും. 85. 85. പിച്ചാസി എന്ന് പറയാറുണ്ട്. പിച്ചാസിയാണ് കൂടുതൽ ഉപയോഗിക്കുക. നാടൻ ഹിന്ദി, ഒരു നാടൻ ഹിന്ദിയിൽ പറയുകയാണെങ്കിൽ പിച്ചാസി എന്ന് പറയാം. പിച്ചാസി. ഇവിടെ പിച്ചത്തർ, അതുപോലെ പിച്ചാസി. 85. അത് കഴിഞ്ഞിട്ട് 90 എന്ന് പറയും. 90 പറയും 90 എന്ന് പറയാം. 90. आपके पास 90 रुपए है? मेरे पास 90 रुपए है. ഓക്കെ, 90. അടുത്താണ് 95. എന്താ പറയുക? 95. 95 പറയും നമ്മൾ എന്ന് പറയുന്നത് 95. എന്താ പറയുക? 95. 95 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 95 എന്നർത്ഥം. 95. അടുത്താണ് 100 എന്ന് പറയാ 100. 100 रुपए. 100. 100 എന്ന് പറയും. 100. അപ്പോൾ 100 പറയാം. വളരെ സിമ്പിളാണ്. 10-ന് 10, അതുപോലെ 15 15, 20-ന് 20, അതുപോലെ 25-ന് 25, 30-ന് 30, 35-ന് 35, 40-ന് 40, 45-ന് 45, അതുപോലെ 50-ന് 50, 55-നോ 55, 60-ആണെങ്കിലോ 60, 65 65, അതുപോലെ 70-നാണെങ്കിലോ 70, 75 75. ഓക്കെ, അതുപോലെ 80-ആണെങ്കിലോ 80, 85 85, അതുപോലെ 90 പറയും 90. 90. അതുപോലെ 95-ാണ് 95 എന്നാണ് 95. അത് കഴിഞ്ഞിട്ട് 100-നാണ് 100 എന്ന് പറയും. 100. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതുപോലെ ഒരു 3 4 തവണ വായിച്ച് മനസ്സിലാക്കാം. ഓക്കെ, വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. आपको बहुत बहुत धन्यवाद.